നമ്മൾ കഴിക്കുന്ന ഫുഡ് എങ്ങനെ ബ്ലഡ് വെസൽ ബ്ലോക്ക് ചെയ്ത് ഹാർട്ട് അറ്റാക്ക് വരെ എത്തിക്കുന്നു? കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമുള്ളതാണെങ്കിൽ പോലും ഇതിൽ ചെറിയ ഇൻബാലൻസ് വരുമ്പോഴാണ് ഡിസ്ലിപിഡീമിയ അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ ലെവൽ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഇതിനെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ സ്നേഹ വി എസ്, നവോദയ നേച്ചർ കെയർ സെന്റർ, ആലപ്പുഴ. രക്തത്തിലെ കൊഴുപ്പിന്റെ അളവിൽ വരുന്ന അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഇംബാലൻസിനെയാണ് ഡിസ്ലിപിഡീമിയ അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കൂടാം LDL അല്ലെങ്കിൽ ബാഡ് കൊളസ്ട്രോൾ കൂടുന്നതും, HDL അല്ലെങ്കിൽ ഗുഡ് കൊളസ്ട്രോൾ കുറയുന്നതും, ട്രൈഗ്ലിസറൈഡ് കൂടുന്നതും, ടോട്ടൽ കൊളസ്ട്രോൾ ലെവൽ കൂടുന്നതും ഇവ നമുക്ക് ഡിസ്ലിപിഡീമിയ അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ ലെവൽ എന്ന് നമുക്ക് പറയാം. കൊഴുപ്പ് ശരീരത്തിന് ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ്. ഇത് സെൽ മെംബ്രെയിൻ നിർമ്മാണത്തിനും ഹോർമോണുകളായിട്ടുള്ള ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്റിറോൺ, കോർട്ടിസോൾ നിർമ്മാണത്തിനും വൈറ്റമിൻ ഡി ഉൽപാദനത്തിനും കൊളസ്ട്രോൾ അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ നിർമ്മാണത്തിൽ 80% നമ്മുടെ സ്വന്തം ലിവർ തന്നെയാണ് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്. അതിൽ 20-30% മാത്രമാണ് ഫുഡിൽ നിന്നും കിട്ടുന്നത്. ചീത്ത കൊളസ്ട്രോളും നല്ല കൊളസ്ട്രോളും എന്താണെന്ന് നമുക്ക് നോക്കാം. കൊഴുപ്പും രക്തത്തിൽ അലിഞ്ഞു ചേരാത്ത ഒരു ഘടകമായതിനാൽ ഇതിന്റെ ട്രാൻസ്പോർട്ടിന് പ്രോട്ടീൻസ് ആണ് യൂസ് ചെയ്യുന്നത്. LDL ലിവറിൽ നിന്നും കൊളസ്ട്രോളിനെ ടിഷ്യൂയിലേക്ക് കൊണ്ടുപോകുന്ന പ്രോട്ടീനാണ്. ഇത് അളവിൽ കൂടുതലാവുമ്പോൾ ഇത് രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുകയും അത് പിന്നീട് പ്ലേഗ് ഫോം ചെയ്യാനും ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ബ്ലഡ് വെസൽസ് നാരോയിങ്ങും തുടങ്ങിയ കണ്ടീഷൻസിലേക്ക് പോകുന്നു. HDL അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത് അടിഞ്ഞുകൂടിയ കൊളസ്ട്രോൾസിനെ ബ്ലഡ് വെസലിൽ നിന്ന് തിരിച്ച് ലിവറിലേക്ക് കൊണ്ടുവരുന്നതാണ് HDL ചെയ്യുന്നത്. ഡിസ്ലിപിഡീമിയ മെയിൻ ആയിട്ട് 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് പ്രൈമറിയും രണ്ടാമത്തത് സെക്കൻഡറി. പ്രൈമറി എന്ന് പറയുന്നത് ജനറ്റിക് ഘടനയിൽ, അതായത് ഫാമിലിയിൽ ആർക്കെങ്കിലും കൊളസ്ട്രോൾ ഉണ്ട് എങ്കിൽ അത് കാരണം വരുന്നതാണ്. ഇത് യങ് ആയിട്ടുള്ള ആൾക്കാരിൽ ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഡിസീസ് തുടങ്ങിയവ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ ഇങ്ങനെയുള്ള ആൾക്കാരിൽ LDLന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. സെക്കൻഡറി എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ അത് കാരണമുള്ള രോഗം കാരണവും വരുന്നതിനെയാണ് സെക്കൻഡറി ഡിസ്ലിപിഡീമിയ എന്ന് പറയുന്നത്. ഷുഗർ, ഹൈപ്പർ ടെൻഷൻ, ഒബേസിറ്റി, ഹൈപ്പോതൈറോയിഡിസം, PCOS. ഇനി കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓട്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് തുടങ്ങിയവ LDLന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഫിഷ്, വാൽനട്ട്സ്, ഫ്ലാക്സ് സീഡ് തുടങ്ങിയവയിൽ omega 3 നന്നായി അടങ്ങിയിട്ടുണ്ട്. ഇത് ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കുറയ്ക്കും.